നമസ്കാരം. കർണാടകയിൽ മണ്ണിടിച്ചിലിനിടെ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദൗത്യവും മുഴുവനും കേന്ദ്ര സർക്കാരാണ് ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത്. സുരേഷ് ഗോപിയുടെ നിർണായകമായ ഇടപെടൽ ഇതിൽ ഉണ്ടായി എന്ന് തന്നെ എടുത്തു പറയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ ഏകോപനം നടന്നു വരികയാണ്. നിലവിൽ കർണാടകയിൽ സൈന്യമാണ് ഇതെല്ലാം ഇപ്പോൾ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിനിടയിൽ കേന്ദ്ര സർക്കാർ കർണാടക ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയും ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് ഒന്നും തന്നെ നൽകാത്തത് കൊണ്ട് നരേന്ദ്രമോദി നേരിട്ട് ഇടപെടുകയായിരുന്നു. സൈന്യത്തെ ഉടൻ തന്നെ കർണാടകയിലെ അങ്കോളയിൽ പുറപ്പെടാൻ മോദിയുടെ നിർദ്ദേശം വന്നിരിക്കുകയാണ്. സംഭവ സ്ഥലത്തേക്ക് സൈന്യം തിരിച്ചിരിക്കുന്നു. ബൽഗാം യൂണിറ്റിലെ അംഗങ്ങളാകും സ്ഥലത്തെത്തുക. അർജുന്റെ കുടുംബത്തിന് സുരേഷ് ഗോപി തിരച്ചിലിന് സൈന്യം എത്തുമെന്ന് ഉറപ്പ് നൽകുകയുണ്ടായിരുന്നു. തിരച്ചിലിന് സഹായമായി ഇസ്രോ കൂടെ ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി അറിയിച്ചിട്ടുണ്ട്. അപകട സമയത്തെ ഉപഗ്രഹ ചിത്രങ്ങൾ ലഭ്യമാക്കാനായി ഇസ്രോയുടെ സഹായം തേടിയിരുന്നു. ലോറിയുള്ള സ്ഥലം കണ്ടെത്താനുള്ള സാധ്യതയാണ് ഇതിലൂടെ തേടുന്നത്. മണ്ണിടിഞ്ഞ സ്ഥലത്ത് 6 മീറ്റർ താഴെ ലോഹഭാഗത്തിന്റെ സാന്നിധ്യം ഇന്നലെ റഡാറിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ചിത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ഉപഗ്രഹ ചിത്രങ്ങൾ ലഭ്യമായാൽ കൂടുതൽ സഹായകരമാകുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ അറിയിക്കുന്നുണ്ട്. റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന ഫലം കാണാത്തതിനെ തുടർന്നാണ് മണ്ണ് നീക്കം ചെയ്ത് പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നത്. മണ്ണിനടിയിൽ ലോറി അടക്കം അർജുൻ കുടുങ്ങിയിട്ടുണ്ടാകാമെന്നാണ് കരുതുന്നത്. അർജുൻ ഉപയോഗിക്കുന്ന ലോറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഭാരത് ബെൻസിന്റെ 12 ചക്രങ്ങളുള്ള ലോറിയിലാണ് അർജുൻ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത്. വാഹനത്തിൽ അത്യാധുനിക സൗകര്യങ്ങളുണ്ട് എന്നുള്ളതും അർജുനായുള്ള രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ പ്രതീക്ഷ നൽകുന്നുണ്ട്. ലോറിയുടെ ക്യാബിൻ വളരെയധികം സൗകര്യങ്ങൾ അടങ്ങിയതാണ്. അകത്ത് ആവശ്യത്തിന് സ്ഥലവുമുണ്ട്. ക്യാബിന്റെ അകത്ത് കുടിവെള്ളം ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. രാജ്യാന്തര നിലവാരത്തിൽ ശക്തി തെളിയിച്ച ക്യാബിനാണ് ലോറിയുടേത്. ക്രാഷ് ടെസ്റ്റിംഗിലടക്കം വിജയിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ മണ്ണ് വന്ന് മൂടിയാലും ലോറിയുടെ ക്യാബിൻ തകർന്നു പോകാറില്ല എന്നാണ് ഭാരത് ബെൻസിലെ തന്നെ ജീവനക്കാർ പറയുന്നത്. എന്നാൽ ജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത നമ്മുടെ സംസ്ഥാന സർക്കാർ മോട്ടോർ വാഹന വകുപ്പിനെയാണ് ആദ്യം കർണാടകയിലേക്ക് അയച്ചത്. മോട്ടോർ വാഹന വകുപ്പിന് പ്രകാരം ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനെ അയച്ചിരുന്നെങ്കിൽ അത് കർണാടക സർക്കാരിന് തന്നെ ഒരു ഉപകാരമാകുമായിരുന്നു. 5 ദിവസമായിട്ടും ഒരു ഉദ്യോഗസ്ഥൻ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നത് അങ്ങേയറ്റം നാണക്കേടാണ്. കേരളത്തിലെ മന്ത്രിമാരുടെ അസാന്നിധ്യം ചൂണ്ടിക്കാട്ടി BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരൻ ഫേസ്ബുക്കിലടക്കം പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. കുവൈറ്റിൽ പോകാൻ കാണിച്ച ധൃതി ശിരൂരിൽ ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. മലയാളിയാണ് കർണാടകയിൽ അകപ്പെട്ടിരിക്കുന്നത്. കുവൈറ്റിൽ പോകാൻ കാണിച്ച ധൃതി ശിരൂരിൽ എന്തുകൊണ്ട് കാണിച്ചില്ല? ആ ഒരു വെപ്രാളം അല്ലെങ്കിൽ ആ ഒരു ആത്മാർത്ഥത എന്തുകൊണ്ട് ഇതിൽ കാണിക്കുന്നില്ല എന്ന് BJPയുടെ അധ്യക്ഷൻ വരെ ചോദിക്കുന്നുണ്ട്. വലിയ തോതിൽ ഒരു പ്രതിഷേധം വീണ വിജയനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്.